നമ്മൾ സോയ കൊണ്ട് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് സോയ ഇട്ടിട്ട് അടച്ച് വയ്ക്കാൻ പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ ഊറ്റി എടുക്കാം. അപ്പോൾ 15 മിനിറ്റോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൂട് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതിനെ തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി വെള്ളം മുഴുവൻ ഊറ്റിക്കളയാം. അപ്പോൾ അത് ഊറ്റിക്കഴിഞ്ഞു. എന്നിട്ട് ഞാൻ തണുത്ത വെള്ളം ഒഴിച്ചു. ഇനി ഇതിനെ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കഴുകിയിട്ട് നമുക്കിതിനെ ഊറ്റിയെടുക്കാം. ഇതിപ്പം ആദ്യത്തെ വെള്ളമാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ വെള്ളമാണ്. ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞപ്പോൾ ഒരു മഞ്ഞ കളർ വെള്ളം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോഴും ഏകദേശം കണ്ടോ ഒരു മഞ്ഞ കളറാണ്, അതിൻ്റെ കട്ടാണത്. അതുകൊണ്ടാണ് പച്ചവെള്ളത്തിൽ നമ്മളതിനെ കഴുകിയെടുക്കുന്നത്. ഇനി നമുക്കതിനെ ഓരോന്നായിട്ട് കുറേശ്ശെ പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് പിഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ട ഒരു മഞ്ഞ കളറ് വെള്ളമാണ് അതിൽ നമുക്ക് കാണുന്നത്. കട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കുത്തുണ്ടാവില്ല, ഈ സോയയുടെ ഒരു കുത്തുണ്ടാവില്ലേ, അതുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഈ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള എന്താ പറയുക സോയാബീൻ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. വലിയ ജാറോ ചെറിയ ജാറോ അളവിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുഴുവൻ ഇതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണ ചൂടായി കിടക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വെണ്ടയ്ക്ക ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഉള്ളി ഇടുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാൻ കാണിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ചോറിന് കൊടുത്തയക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ ഈ ചൂടായ ഉള്ളിയിലേക്ക് ഇടുന്ന പൊടികൾ: ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇടേണ്ട മസാലകൾ: കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല. ഇതാണ് ഞാൻ ഈ ഉള്ളി വാട്ടിയതിലേക്ക് ഇടാൻ പോകുന്നത്. പൊട്ടിച്ചൊടിക്കാം. ചൂടായിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊടിക്കാം. ഈ മുട്ട കൊത്തി പൊരിക്കുക. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. മുട്ടയിലേക്ക് പിന്നെ ഉപ്പ് പിടിക്കാൻ അധികം സമയം വേണ്ടല്ലോ. അപ്പോൾ ഈ കുത്തിപ്പൊരിച്ച മുട്ടയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയ നമുക്ക് ചേർക്കാം. പൊടിച്ചിട്ടുള്ള സോയ നമുക്ക് ചേർക്കാം. ഞാനൊരു 5 മിനിറ്റായി ഇപ്പോൾ ഇത് ഇളക്കുന്നു. ഇതിന്ന് വെള്ളവും ഒന്നും തന്നെ വരുന്നില്ല. നന്നായിട്ട് ഡ്രൈ ആയി. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അവസാനം മിനുക്ക് പണി എന്നുള്ള ലേശം കുരുമുളക് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എന്താ പറയുക സോയ പൊടിമാസ്, സോയയും മുട്ടയും കൂടി ചേർത്തുള്ള പൊടിമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം.
ഞാൻ കഴിച്ചു നോക്കി, നല്ല സ്വാദുണ്ട്. നമ്മൾ മുട്ട കുത്തിപ്പിടിക്കില്ലേ അതേപോലെ തന്നെ സ്വാദുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളിയായിട്ട്. മുട്ട കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. പിന്നെ നിങ്ങളുടെ എത്രയാണോ ക്വാണ്ടിറ്റി അതനുസരിച്ച് മുട്ട എടുക്കണം, സോയ എടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇന്നിപ്പോൾ ഒരു നേരത്തേക്കുള്ള ഉച്ചയ്ക്കുള്ള മാത്രം ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.